നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. Surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച് ഭാരതം. തെമ്മാടി രാജ്യമെന്ന വിമർശനം. ഭീകരതയെ സഹായിച്ചെന്ന പാക് കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഭാരതം. ജമ്മുകശ്മീരിൽ കനത്ത ജാഗ്രത. അതിർത്തിയിൽ പാക് ചാരസംഘടനയുടെ ആക്രമണ നീക്കങ്ങൾ. പഹൽഗാം സമാന സംഭവം ഉണ്ടായേക്കാമെന്ന് സൈനിക വൃത്തങ്ങൾ. ഭീകര ശ്രീനഗറും ഗന്ദർബലും ലക്ഷ്യമിട്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം. അതിർത്തിയിൽ ചൈനീസ് മിസൈലുകൾ വിന്യസിച്ച് പാകിസ്ഥാൻ. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ഭീകര പഹൽഗാമിലെത്തിയെന്ന സംശയം. ദൃശ്യങ്ങൾ NIAക്ക് കൈമാറി മലയാളി വിനോദസഞ്ചാരി. കൈമാറിയത് ഏപ്രിൽ 18 ചിത്രീകരിച്ചതെന്ന് ശ്രീജിത് രമേശൻ ജനം TVയോട്. ഞങ്ങളെത്തി അവിടെ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 6 വർഷമുള്ള കൊച്ചിൻ്റെ ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരം ഈ 2 സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്രീനഗർ ഗുൽമർഗ് എല്ലാം കറങ്ങി തിരിച്ചു പൂനെയിൽ 24-ാം തീയതി വന്നത്. 25-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ TV നോക്കിക്കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത 4 लवाथम आज बुलडोजर चल रहा है, आज मकान गिराए जा रहे हैं, बड़ी बड़ी खबर है ये. अरे यार किसको धोखा दे रहे हैं. പഹൽഗാം ഭീകരർക്ക് കുടപിടിച്ച് CPM. ഭീകരരുടെ വീടുകൾ തകർത്തത് തെറ്റെന്ന് യൂസഫ് തരിഗാമി MLA. ഭീകരതയ്ക്ക് മതമില്ലെന്നും ജമ്മു കശ്മീർ നിയമസഭയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം. കോൺഗ്രസ് ട്വീറ്റ് ആയുധമാക്കി പാകിസ്ഥാൻ. ഭീകര അതിർത്തി കടന്നതെങ്ങനെയെന്ന ചോദ്യത്തിന് വൻ പ്രചരണം. സിദ്ധരാമയ്യയുടെ പ്രതികരണവും പ്രചരിപ്പിക്കുന്നു. പ്രതിഷേധവുമായി BJP. പാലക്കാട്ടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിൽ അക്രമം അഴിച്ചുവിട്ട് കോൺഗ്രസും CPMഉം. ചെയർപേഴ്സന്റെ മുറിയിൽ കയറിയ അതിക്രമം. BJP കൗൺസിലർ ശിവരാജനും മർദ്ദനം. പഹൽഗാം ഭീകരാക്രമണത്തിൽ US-ലും പ്രതിഷേധം. പാക് എംബസിക്ക് മുന്നിലും ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലും പ്രകടനം. ഐക്യദാർഢ്യവുമായി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യൻസും ഹൈന്ദവ സംഘടനകളും. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനില്ല. ഘടകക്ഷേത്രങ്ങളുടെ തിടമ്പേറ്റാനും കൊമ്പൻ വരില്ല. തിരക്കിൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടെന്ന് ദേവസ്വം. പുലിപ്പല്ല് കേസിൽ കുടുങ്ങി റാപ്പർ വേടൻ. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ വഴിയെ ശ്രീനാഥ് ഭാസിയും. മുക്തമാകാൻ എക്സൈസ് സഹായം വേണമെന്ന് നടൻ. വാർത്തകൾ വിശദമായി നോക്കാം. ഭീകരതയ്ക്ക് മാപ്പില്ല. ജമ്മുകശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്. അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഭീകര ശ്രീനഗറും ഗന്ദർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കശ്മീർ മേഖലയിൽ
നിരവധി റോഡുകൾ അടച്ച വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, അതിർത്തിയിലെ സംഘർഷം അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണോ കാണുന്നത്? എന്താണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? അനിൽ നമ്പ്യാർ, എന്തും സംഭവിക്കാൻ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിലുടനീളം ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയാണ് ജമ്മു കാശ്മീരിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഗന്ദർബലും ശ്രീനഗറും ISI ഭീകരർ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന്. അതിന് പുറമെ ഈ ISI ഭീകരർ അതിർത്തിയിൽ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത്തരം അക്രമങ്ങൾ അത് ഈ ബൈസൺ വാലിയിൽ നടന്ന അക്രമങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള അക്രമങ്ങളായിരിക്കും. അതായത് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അക്രമങ്ങളായിരിക്കും. ഒരുപക്ഷെ സൈന്യത്തിന് നേരെയോ അല്ലെങ്കിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെയോ ആയിരിക്കില്ല അക്രമങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കുകയായിരിക്കില്ല ചെയ്യുന്നത്. ഈ ബൈസൺ വാലിയിൽ നടന്ന പോലെ സാധാരണക്കാരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഈ ISI ഭീകരർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അതിർത്തിയിൽ പാക് പട്ടാളവും സമാനമായ രീതിയിൽ ഭാരതത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളും ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജമ്മു കാശ്മീരിൽ ഉടനീളം തന്നെ അതീവ സുരക്ഷയാണ്. പ്രത്യേകിച്ച് സൈന്യത്തെ കൂടുതൽ മേഖലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. സൈന്യത്തോടൊപ്പം CRPFനും ഈ കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡുകളിലും അതേപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും നഗരങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസും സായുധധാരികളായിട്ടുള്ള പോലീസുകാരെ വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് അക്രമത്തെ നേരിടുവാൻ വേണ്ടിയും ഭാരതം സുസജ്ജമാണ്. അതിനുവേണ്ടി ഭാരതം തയ്യാറെടുത്തു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ കരസേനയാണേലും നാവികസേനയാണേലും വ്യോമസേനയാണേലും അതിന് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ ഈ ആർമിക്കുള്ളിൽ തന്നെ കരസേനയ്ക്കുള്ളിൽ തന്നെ പ്രത്യേക അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടുവാൻ വേണ്ടി അടിയന്തരമായി ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഈ സൈന്യത്തിനുള്ളിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ യുദ്ധമുണ്ടായേക്കാം, അല്ലെങ്കിൽ യുദ്ധമില്ലാതിരിക്കാം. ഏതായാലും എന്തിനാണേലും ഭാരതം തയ്യാറാണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നുമുള്ള നിർദ്ദേശം ശക്തമായി തന്നെ തിരിച്ചടിക്കുവാനാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട, ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ നിന്നുമുള്ള നിർദ്ദേശം സൈനിക വൃത്തങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സൈന്യം തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം രാത്രികളിലൊക്കെ തന്നെ ഈ വിവിധ പോസ്റ്റുകളിൽ നിയന്ത്രണ രേഖയിലേക്ക് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ BSF പോലുള്ള സംഘമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്. അവർ നമ്മുടെ BSFൻ്റെ പോസ്റ്റുകളിലേക്ക് നിരന്തരം വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ തന്നെ BSF ശക്തമായ നാണയത്തിലാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ രാത്രികളിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇൻ്റലിജൻസ് ഔട്ട്പുട്ടിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അലേർട്ട്, അതായത് ദേശീയപാതയിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് അനന്തനാഗ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ സൈന്യവും അതേപോലെ തന്നെ അതായത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ സ്ഥലം വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അത്തരം ഓപ്പറേഷനുകളുടെ സ്ഥലങ്ങളോ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളോ നൽകരുതെന്നുള്ളത്. ഏതായാലും വിവിധ മേഖലകളിൽ ഇത്തരം ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ സെർച്ച് ഓപ്പറേഷനുകൾ പ്രത്യേകമായി നടക്കുന്നു. അനന്തനാഗ്, പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ, അതേപോലെ തന്നെ വനമേഖലകളിൽ, അതേപോലെ തന്നെ ഗ്രാമങ്ങളിലടക്കം ഇത്തരം സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഈ ബൈസൺ വാലിയിൽ നിന്നും കടന്നു കളഞ്ഞ ഭീകരർ അവർ ആദ്യം ത്രാലിലേക്കും അനന്തനാഗിലേക്കും ഒക്കെ തന്നെ കടന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ അവർ മറ്റ് ഈ പെഹൽഗാം എന്ന് പറയുന്ന മേഖലയിലേക്ക് അവിടെ നിന്നായിരുന്നു ഇവർ സഞ്ചാരം തുടങ്ങിയത്. ഈ പെഹൽഗാമിൽ നിന്നും അവർ അനന്തനാഗിലേക്ക് പോയി, അവിടെ നിന്നും ത്രാലിലേക്ക് പോയി, അവിടെ നിന്നും പുൽഗാം എന്ന് പറയുന്ന മറ്റൊരു മേഖലയിലേക്ക് പോയി. ഇങ്ങനെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ സൈന്യം ഡ്രോണിൻ്റെ സഹായത്തോടു കൂടിയും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി വലിയ രീതിയിലുള്ള സെർച്ച് ഓപ്പറേഷനുകൾ നടത്തുകയാണ്. കാടുകൾ അതേപോലെ തന്നെ ഗ്രാമങ്ങളിലടക്കം പരിശോധന നടക്കുകയാണ്. കാര്യം പല സാഹചര്യങ്ങളിലും ഇത്തരം ഭീകരവാദികൾ ഗ്രാമങ്ങളിൽ അഭയം തേടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ ബൈസൺ വാലിയിൽ ആക്രമണം നടത്തിയ ഭീകരർ അവർ ത്രാൽ മേഖലയിലെത്തിയ ഒരു ഗ്രാമത്തിലെത്തിയപ്പോഴാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഇത്തരം വിവരങ്ങൾ ലഭിച്ചതും
അവർ അവിടേക്ക് പാഞ്ഞെടുത്തതും. പിന്നീട് ഈ സേനാ വിഭാഗം അവിടേക്ക് എത്തുന്നത് അറിഞ്ഞ് അവർ ത്രാലിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ഭീകരരുടെ അടുത്തേക്ക് പോലും കൃത്യമായി തന്നെ ഇവർ എത്തിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള സൈനിക ഓപ്പറേഷനുകൾ ഭാഗമായി ഇതിപ്പോൾ വലിയ സൈനിക ഓപ്പറേഷനുകൾ അവിടെ നടന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഏതായാലും വലിയ രീതിയിലുള്ള സെർച്ച് ഓപ്പറേഷനുകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ പരിശോധന കൃത്യമായി തന്നെ നടക്കുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചു ജമ്മു കാശ്മീരിലെ ഹൈ അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ റോഡുകൾ പലതും ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വിവിധ ഭാഗങ്ങളിലുള്ള 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാശ്മീരിനുള്ളിലെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം തീവ്രവാദ അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ 48 കേന്ദ്രങ്ങളും ഇപ്പോൾ അടച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, ജമ്മുകാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ് അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഭീകര ശ്രീനഗറും ഗന്ദർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. ജമ്മുകാശ്മീരിൽ നിന്ന് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ഭീകരർ പഹൽഗാമിലെത്തിയതായി സംശയം. ഭീകരരുടേത് എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ മലയാളി വിനോദസഞ്ചാരി NIAക്ക് കൈമാറി. ഏപ്രിൽ 18 ചിത്രീകരിച്ച വീഡിയോയും ചിത്രങ്ങളുമാണ് കൈമാറിയത്. പൂനെയിൽ താമസമാക്കിയ മലയാളി ശ്രീജിത്ത് രമേശിനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. NIAക്ക് ദൃശ്യങ്ങൾ കൈമാറിയതായി ശ്രീജിത്ത് ജനം TVയോട് പറഞ്ഞു. 2:30 ഏകദേശം ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 6 വർഷമുള്ള കൊച്ചിൻ്റെ ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരം ഈ 2 സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്രീനഗർ, ഗുൽമർഗ് എല്ലാം കറങ്ങി തിരിച്ചു പൂനെയിൽ 24-ാം തീയതി വന്നത്. 25-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ TV നോക്കിക്കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത 4 ടെററിസ്റ്റിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അതിൽ 2 പേരെ കണ്ടപ്പം അത് എവിടെയോ കണ്ട് പരിചയമുള്ള ഫേസസ് ആണ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞപ്പം നമ്മൾ ആ പേൽഗാവ്, അതുപോലെ ബെസ്റൈൻ വാലി, ബേതാബ് വാലി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പല ഫോട്ടോസും വീഡിയോസും നമ്മൾ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുകയും ഇതിനകത്ത് ഈ 2 സസ്പെക്ട്സ് കാണുകയും ചെയ്തത്. പഹൽഗാം ഭീകരർക്ക് കുടപിടിച്ച് ജമ്മുകാശ്മീരിലെ CPM MLA. ഭീകരരുടെ വീടുകൾ തകർത്ത നടപടി തെറ്റെന്ന് യൂസഫ് തരിഗാമി. ഭീകരതയ്ക്ക് മതമില്ലെന്നും യൂസഫ് തരിഗാമി പ്രതികരിച്ചു. ജമ്മു കശ്മീർ നിയമസഭയിൽ സംസാരിക്കവെയാണ് യൂസഫ് തരിഗാമിയുടെ വിവാദ പ്രസ്താവന. ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് ശരിയായില്ലെന്നും ഇങ്ങനെയല്ല ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടതെന്നും തരിഗാമി പറഞ്ഞു. ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഭീകരതയ്ക്ക് മതമില്ലെന്നും തരിഗാമി പ്രതികരിച്ചു. लेकिन आज कश्मीर में क्या हुआ है? दवाथम आज बुलडोजर चल रहा है, आज मकान गिराए जा रहे हैं, बड़ी बड़ी खबर है ये। अरे यार, किसको धोखा दे रहे हो? बुलडोजर का काम ये नहीं। अगर वाकई आप ये समझते हैं कि आपने ऐलान किया था, पार्लियामेंट में ऐलान किया, असेंबलियों में ऐलान किया. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ 7 ഭീകരരുടെ വീടുകളാണ് കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീർ പ്രാദേശിക ഭരണകൂടം ഇടിച്ചു നിരത്തിയത്. സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഈ നീക്കം. ഇതാണ് CPM MLA ചൊടിപ്പിച്ചത്. മുൻപും ജമ്മു കശ്മീരിലെ ഭീകരവാദികളെ പിന്തുണച്ച് തരിഗാമി രംഗത്തെത്തിയിട്ടുണ്ട്. കുൽഗാമിൽ നിന്നുള്ള MLA ആണ് യൂസഫ് തരിഗാമി. ജനം, ഡൽഹി. ചൈന നൽകിയ PL-15 മിസൈലുകൾ അതിർത്തി മേഖലകളിൽ വിന്യസിച്ച പാകിസ്ഥാൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് ചൈന PL-15 എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാൻ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങളിലാണ് മിസൈൽ സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൈന പാകിസ്ഥാനെ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മിസൈലുകൾ ലഭ്യമാക്കിയത്. 200 കിലോമീറ്റർ റേഞ്ചുള്ളവയാണ് PL-15 എയർ ടു എയർ മിസൈലുകൾ. ഭാരത അതിർത്തിയിൽ വിന്യസിച്ച യുദ്ധവിമാനങ്ങളിൽ മിസൈലുകൾ ഘടിപ്പിച്ചതായാണ് സൂചന. JF-17 ബ്ലോക്ക് 3 വിമാനങ്ങളിലാണ് മിസൈലുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തെ പാകിസ്ഥാൻ ആശങ്കയോടെ കാണുന്നു എന്നതിന് കൃത്യമായ തെളിവ് കൂടിയാണ് ഈ നീക്കം. ഇക്കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണം സ്വതന്ത്ര അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് പാകിസ്ഥാനോടൊപ്പം ചൈനയും ആവശ്യപ്പെട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണം
ആക്രമണത്തിൽ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം ദുർബലപ്പെടുത്താനുള്ള ഇടപെടലും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ചൈന നടത്തിയിരുന്നു. തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യവുമായി സംഘർഷത്തിലേർപ്പെടുന്ന മറ്റൊരു രാജ്യത്തിന് സൈനിക പിന്തുണ നൽകുന്നത് അസാധാരണ നീക്കമായാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എന്നാൽ ഭാരതത്തിന് ഇക്കാര്യത്തിൽ തെല്ലും ആശങ്കയില്ല എന്ന നിലപാടാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ന്യൂയോർക്കിലെ പാകിസ്ഥാൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ച് ഭാരതീയ ഇന്ത്യൻസ്, ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യൻ സംഘടനകളിലെ ആളുകൾ ചേർന്ന് ബാനറുകൾ ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. നേപ്പാൾ ഉൾപ്പെടെ ഭാരതത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി എത്തിയത്. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയറിലും പാകിസ്ഥാനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയും ഭാരതത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും പ്രകടനം നടന്നു. അമേരിക്കയിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. This side was a defining trauma that reverberates through what's happening in Armenia and ourselves today. But we are also still here. Was an incredible place less than 2 years ago, whose citizens and culture needed to be preserved. I used to talk a lot about the importance and value of documenting and promoting Artsak's living, breathing culture. And which led to the founding of organizations such as the Near East of Armenia. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തുടർച്ചയായി വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. നിരപരാധികളായ നിരവധി ഭാരതീയരുടെ ജീവനെടുത്ത ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാൻ്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിൽ ഒടുവിലത്തേതാണ് പഹൽഗാമിൽ നടന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ പേര് ഓർമ്മപ്പെടുത്തുന്ന ചില നിത്യസ്മാരകങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പാലക്കാട് ഒരു പ്രദേശത്തിൻ്റെ പേര് തന്നെ ജിന്ന സ്ട്രീറ്റ് എന്നാണ്. മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ അതേ ജിന്നയുടെ പേര്. പാലക്കാട് നഗരത്തിൽ വലിയങ്ങാടിയോട് ചേർന്ന് മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണ്ണി വരെയുള്ള പ്രദേശത്തിൻ്റെ പേരാണ് ജിന്ന സ്ട്രീറ്റ്. നമ്മുടെ ഭാരതത്തെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിച്ച മുഹമ്മദ് അലി ജിന്നയുടെ പേര്. ഒന്നുകിൽ വിഭജനം അല്ലെങ്കിൽ വിനാശം എന്നായിരുന്നു ജിന്നയുടെ നിലപാട്. 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ച് രാജ്യത്ത് ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ വ്യക്തി. നമ്മുടെ മണ്ണിനെ പാകിസ്ഥാൻ എന്ന പേര് പറഞ്ഞ് പങ്കുവെച്ച് കൊണ്ടുപോയിട്ടും കഴിഞ്ഞ 78 വർഷമായി ഭാരതത്തിന് തീരാ തലവേദന സൃഷ്ടിച്ച ബുദ്ധി കേന്ദ്രം. 1977 സുന്ന സാഹിബ് MP ആയിരുന്നപ്പോഴാണ് കളിക്കാര സ്ട്രീറ്റ് എന്ന കണ്ണകി അമ്മയുടെ തട്ടകമായ പ്രദേശത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ് എന്നാക്കി മാറ്റിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്ന് പാലക്കാട് നഗരസഭയിലെ മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണ്ണി റോഡ്, ഈ 2 റോഡുകളെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡിനാണ് ജിന്ന നഗർ എന്ന രീതിയിൽ നാമകരണം ചെയ്തിട്ടുള്ളത്. സുന്ന സാഹിബ് പാർലമെൻറ്റ് അംഗമായിരുന്ന കാലഘട്ടത്താണ് ഈ പ്രദേശത്ത് ഇങ്ങനൊരു നാമകരണം വന്നതായി മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. മതം ചോദിച്ചുകൊണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ അറുംകൊല ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണ് ജിന്ന. ആ ജിന്നയുടെ പേരിൽ ഒരു നാമകരണം ഈ ഭാരതത്തിൽ അനുവദിക്കാൻ സാധ്യമല്ല. ഇത് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രദേശത്തെ കടകമ്പോളങ്ങളുടെ ബോർഡുകളിലും മറ്റുമെല്ലാം ജിന്ന സ്ട്രീറ്റ് എന്നത് കാണാനാവും. എന്നാൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പേര് നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്തിന് വേണ്ട എന്നത് തന്നെയാണ് നാട്ടുകാരുടെയും അഭിപ്രായം. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് കളിക്കാര തെരുവ് എന്നാണ് പറയുന്നത്. അല്ല, മറ്റൊരു പേര് ഞാൻ കാണുന്നില്ല. അതെങ്ങനെ അടിച്ചേൽപ്പിച്ച പേരാണ്. യാതൊരു സംശയമില്ല, ഇത് കംപ്ലീറ്റ്. ഒന്നാമത് ഈ ജിന്ന പറയുന്നതിൽ ആർക്കും താല്പര്യമില്ല. അയാൾ രാജ്യത്തിൻ്റെ വിഘടനവാദത്തിൻ്റെ ഉസ്താദാണ്, വിഘടനവാദത്തിൻ്റേതായിട്ടുള്ള വക്താവാണ്. ആ പേര് വേണ്ടെന്നാണ് ഞാൻ പറയുക. മിക്ക ആളുകൾക്കും താല്പര്യമില്ല. ഞാൻ പൊതുവെ ചോദിച്ചു, ജിന്ന ഇതെന്താ മാഷ്, ഇതെന്താ ഒരു പേര് ജിന്ന നഗർ? ജിന്ന മുഹമ്മദ് അലി ജലം മഹാത്മജി റോഡെന്നോ അല്ലെങ്കിൽ ഗാന്ധി ബസാർ റോഡെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞതിന് കുറച്ച് ഒരു കാര്യമുണ്ട്. ഈ എന്തിനാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള
ജിന്നയുടെ പേര് ഇവിടെ തന്നെ ഇതിൽ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾക്ക് വലിയൊരു അതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഈ തെരുവിൻ്റെ പേര് ഈ ജിന്ന എന്നുള്ള ഈ ഭാരതം മുഴുവൻ എന്നും വേദനിക്കുന്ന തരത്തിൽ രാജ്യത്തെ രണ്ടായി വെട്ടിക്കീറിയ ഈ പാകിസ്ഥാൻ രാഷ്ട്രപിതാവിൻ്റെ ഈ നാമകരണം ഈ റോഡിൽ നിന്ന് മാറ്റുകയും ഇതിന് വേറൊരു നാമകരണം ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. മുഹമ്മദ് അലി ജിന്ന എന്ന മതഭ്രാന്തന്റെ പേര് നീക്കം ചെയ്യാൻ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. മുഹമ്മദ് അലി ജിന്ന മതത്തിന്റെ പേരിൽ നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ചു എന്നുള്ളത് കൊണ്ടാണ് പെഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ നമ്മുടെ മണ്ണിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ സാഹചര്യത്തിലും നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശം അതേ ജിന്നയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ അത് ഏറെ ചിന്തിക്കേണ്ട ഒന്നാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിൽ BJP വക്താവ് ഗൗരവ് ഭാട്ടിയ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. राहुल गांधी के कहने पे ऐसे पोस्ट किए जाते हैं जो पूरे देश को शर्मसार तो करते ही हैं लेकिन पीड़ा देते हैं, जो पूरे देश को शर्मसार तो करते ही हैं लेकिन पीड़ा देते हैं. ये लश्कर-ए पाकिस्तान कांग्रेस का प्रयास है कि इस अहम समय में किस तरह से भारत को कमजोर किया जाए और कांग्रेस के टावर से सिग्नल दिया जाए पाकिस्तान को. जैसे मणिशंकर अय्यर गए थे पाकिस्तान तो कहा था मोदी जी को हटाने के लिए पाकिस्तान और कांग्रेस को एक हो जाना चाहिए. वो सिग्नल दिए जा रहे हैं. वाहवाही लूटी जा रही है पाकिस्तान में. बड़ी जिम्मेदारी से मैं आपको दिखाता हूं. चौधरी फवाद हुसैन मंत्री रहे हैं पाकिस्तान. ये कांग्रेस का एक्स का हैंडल जो है उसको टैग करके लिखते हैं आपत्तिजनक शब्द हमारे देश के लिए, भारत के लिए, प्रधानमंत्री श्री नरेंद्र मोदी जी के लिए. सर तन से जुदा उनकी विचारधारा भी है और कांग्रेस पार्टी की विचारधारा भी है. वाहवाही लूटी जा रही है पाकिस्तान में राहुल गांधी द्वारा. और यह कहना गलत नहीं होगा, एक तरफ देश के यशस्वी प्रधानमंत्री श्री नरेंद्र मोदी जी देश की वीर सेना 140 करोड़ भारतीय एक संकल्प लिए हैं. संकल्प है उस शक्ति को मिट्टी में मिला देंगे जिसने भारत की तरफ बुरी नजरों से देखा. तो दूसरी तरफ एक और शक्ति है, यह आतंकी शक्ति, राक्षसी शक्ति. पाकिस्तान की सोच, आतंकियों की सोच और कांग्रेस पार्टी की सोच, ये एक तरफ है. देखिए, मैं आपको क्यों कहता हूं कि ये सिग्नल है. सिग्नल उधर से आता है, टावर कांग्रेस का पकड़ता है और यहां से सिग्नल भेजा जाता है. ये एक तस्वीर है. पूरे विश्व में दो बातें अहम हैं इस वक्त. पहली, पूरा विश्व भारत के साथ खड़ा है, पाकिस्तान को लताड़ा जा रहा है. और पूरे विश्व में जो भारतीय मूल के निवासी हैं, ये जहां जहां पाकिस्तान की एम्बेसी और हाई कमीशन है वहां पे प्रदर्शन कर रहे हैं. ये लंदन की तस्वीर है. हमारे भाई, हमारी बहनें पाकिस्तान हाई कमीशन के बाहर प्रदर्शन करते हैं. पाकिस्तान हाई कमीशन की बालकनी से उनका अधिकारी निकलता है. वो भारतीयों की तरफ नफरत की नजर से देखते हुए एक इशारा करता है. वो इशारा करता है ऐसे, सर तन से जुदा भारतीयों का करेंगे. ये दो कौड़ी की जिनकी हैसियत नहीं है.
लेकिन यह सिग्नल कहां पकड़ा जाना था? यह सिग्नल पकड़ा जाना था कांग्रेस के हेडक्वार्टर में, राहुल गांधी के एंटेना में। पकड़ लिया। नतीजा होता है जो पाकिस्तान का इरादा है, मकसद है, वो कभी पूरा नहीं होगा। लेकिन उसी तरह की एक तस्वीर यहां पे प्रधानमंत्री जी के लिए की जाती है। तो क्या यह कहना गलत है? कांग्रेस कह रही है पाकिस्तान हम तुम्हारे साथ हैं, तुम चिंता ना करो, और एक मजबूत संदेश देने का प्रयास करती है। और ये जो सर तन से जुदा की सोच है जिससे आज कांग्रेस पार्टी अपना बना के प्रतिबिंबित कर रही है, देखिए इसी तरह की सोच जो आतंकी संगठन है गजवा अल हिंद, ये एक सपना है। गजवा अल हिंद ये मूर्ति भगवान की है, हमारे आराध्य की है। ഡൽഹിയിൽ BJP വക്താവ് ഗൗരവ് ഭാട്ടിയ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷക കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി. UDF LDF കൗൺസിലർമാർ ചെയർപേഴ്സണെയും BJP കൗൺസിലറെയും ആക്രമിച്ചു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിക്രമം. അതിനിടെ ജനൻ TV വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് നഗരത്തിലെ ജിന്നാ സ്ട്രീറ്റ് എന്ന പേര് മാറ്റണമെന്ന് BJP കൗൺസിലർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ബഹളം ശമിച്ചോ? എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അനിൽ നമ്പ്യാർ, ഇപ്പോഴും പാലക്കാട് നഗരസഭയുടെ മുന്നിൽ ചെറിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഈ LDFിൻ്റെയും UDFിൻ്റെയൊക്കെ കൗൺസിലർമാരും മറ്റും നഗരസഭയുടെ മുന്നിൽ ഏറെ നേരം തമ്പടിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് അവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതേസമയം ഏതാനും LDF UDF പ്രവർത്തകർ ഇപ്പോൾ നഗരസഭയുടെ വാതിൽക്കൽ, അതായത് പ്രധാന ഗേറ്റിന് ഭാഗത്ത് പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് രാവിലെ ഒരു 11:15 നഗരസഭയുടെ ഈ കൗൺസിൽ ആരംഭിച്ചത്. ആ കൗൺസിൽ ആരംഭിച്ച ആദ്യം വന്ദേമാതരം പാടുകയും അതിന് ശേഷം കശ്മീരിൽ ജീവൻ നഷ്ടമായ ആളുകളെ അനുസ്മരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കൗൺസിൽ യോഗ നടപടികളിലേക്ക്, അജണ്ടയിലേക്കൊക്കെ കടക്കാൻ നിന്നപ്പോഴാണ് ഈ LDFിൻ്റെയും UDFിൻ്റെയും കൗൺസിലർമാർ അവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവർ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ആദ്യം ഇവർ ഈ ചെയർപേഴ്സൻ്റെ ചേംബറിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ചപ്പോൾ തന്നെ ചെയർപേഴ്സൺ നമുക്ക് കൗൺസിലർ യോഗം ആരംഭിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാം എന്ന് 3 തവണ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെയായിരുന്നു അവർ ബഹളം വയ്ക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ചെയർപേഴ്സൻ്റെ ചേംബറിനേക്ക് എടുത്ത് ചാടി കയറുകയും ആ ചെയർപേഴ്സനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ചെയർപേഴ്സൻ്റെ മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയർ കൊണ്ട് അവരുടെ പുറകിലോട്ട് കുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ചെയർപേഴ്സൺ പറയുന്നത്. മാത്രമല്ല BJPയുടെ കൗൺസിലറായ N ശിവരാജന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഏറെ നേരം പാലക്കാട് നഗരസഭയുടെ കൗൺസിൽ ഹാളിനകത്തും അതിനുശേഷം ചെയർപേഴ്സൻ്റെ മുറിയിലുമൊക്കെ സംഘർഷം അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. വലിയ അതിക്രമങ്ങളും ആക്രമണവുമാണ് UDFിൻ്റെയും LDFിൻ്റെയും ഒക്കെ കൗൺസിലർമാർ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. അതേസമയം തന്നെ BJP നഗരസഭ ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് തന്നെ ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്നും ആ എടുത്ത തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോവില്ല എന്നും നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടെ BJP വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും ഈ പെഹൽഗാം ആക്രമണമൊക്കെ നടന്ന് രാജ്യം വലിയ വേദനയിൽ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും
പാകിസ്ഥാൻ്റെ അടയാളങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ജനം TV ആണ് ഇന്ന് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് നഗരത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ് എന്നാണ്. അതായത് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ നമ്മുടെ ഭാരതത്തിനെ വെട്ടിമുറിക്കുന്നതിന്, ഈ മതം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് കാരണക്കാരനായ ജിന്നയുടെ പേരിൽ പാലക്കാട് നഗരത്തിലൊരു സ്ഥലമുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ് എന്നുള്ളത് മാറ്റണമെന്ന ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഈ നഗരസഭാ കൗൺസിലിൽ ശശികുമാർ എന്ന കൗൺസിലർ നൽകുകയുണ്ടായത്. ഏതായാലും അടിയന്തര പ്രമേയം അതിൽ ചർച്ചയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നതിന് മുൻപായിരുന്നു ഈ ബഹളവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടുത്ത കൗൺസിൽ യോഗത്തിൽ ആ വിഷയത്തിലും വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കും. ആ പേര് മാറ്റുന്ന നടപടികളിലേക്ക് പാലക്കാട് നഗരസഭ കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് നഗരസഭയിൽ ഇന്ന് വലിയ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഏതായാലും പുറകോട്ടില്ല എന്ന് ഇന്നിപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ ഇത്രയൊക്കെ ബഹളമുണ്ടായെങ്കിലും UDF LDF കൗൺസിലർമാർ അതിനെ അലങ്കോലപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സണെയും BJP കൗൺസിലറെയും ഒക്കെ കയ്യേറ്റം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടന്നെങ്കിൽ പോലും ആ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ടില്ല എന്ന് ഇന്നും ആവർത്തിക്കുകയാണ് നഗരസഭ ചെയ്തത്. 267ാമത് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7-ന് ആരംഭിക്കും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. സിസ്റ്റൈൽ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുക. 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത്. ഇതിൽ 4 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 2013-ലാണ് ഇതിനു മുമ്പ് കോൺക്ലേവ് നടന്നിട്ടുള്ളത്. മാലയിലെ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. വേടനായുള്ള വനം വകുപ്പിൻ്റെ കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്ന് കോടതിയിൽ വേടൻ. പരിപാടിക്കിടെ ആരാധകൻ നൽകിയ സമ്മാനമെന്നും വേടൻ്റെ അഭിഭാഷകൻ കോടതിയിൽ. ഒന്നുമില്ല. ഇങ്ങനൊരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ വനം വകുപ്പ് സ്വീകരിക്കേണ്ട ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാമ്യം ഇല്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നിയമ നടപടികളിൽ പോകും. കോടതിയാണ് അതിൻ്റെ അകത്ത് വരിക. അത് 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. അതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. വനമന്ത്രി AK ശശീന്ദ്രനാണ് ഈ പുലിപ്പല്ല് വിഷയത്തിൽ പ്രതികരിച്ചത്. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ ദിവസം ഈ പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊരു പ്രതികരണമാണ് നമുക്കറിയാൻ സാധിച്ചത് വേടനിൽ നിന്നും. ഇന്നിപ്പോൾ പറയുന്നു ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവം? എന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? വേണ്ടിയിട്ട് വനംവകുപ്പ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമായിരിക്കും പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. നിലവിൽ വേടന്റെ അഭിഭാഷകൻ ജാമ്യ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് വേടന്റെ അഭിഭാഷകൻ ചില വാദങ്ങൾ ഉന്നയിച്ചത്. അതായത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലായിരുന്നു, ഒരു ആരാധകൻ പരിപാടിക്കിടെ തനിക്ക് സമ്മാനിച്ചതാണ്. അത് മാത്രമല്ല, വനംവകുപ്പിന്റെ കയ്യിൽ ഈ പറയുന്ന പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കാൻ തക്ക ശാസ്ത്രീയ പരിശോധനാ ഫലമൊന്നും ഇല്ല, അതിന്റെ റിപ്പോർട്ടൊന്നും കൈവശമില്ല എന്നുള്ളതാണ് വാദം എന്നുള്ള രീതിയിൽ വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ, വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ കസ്റ്റഡിയിൽ 2 ദിവസത്തേക്കെങ്കിലും ലഭ്യമാക്കണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആവശ്യം. അതായത് ഈ ജ്വല്ലറിയിൽ ഈ പുലിപ്പല്ല് അത് മോഡിഫൈ ചെയ്ത് അതിൽ മാറ്റം വരുത്തിയ ജ്വല്ലറിയിൽ അടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഫ്ളാറ്റിലടക്കം ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന അനിവാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യം വനംവകുപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയായിരിക്കും വേടന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുക. അത് ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് ഈ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളൊരു വാദഗതി തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഈ ജാമ്യാപേക്ഷയിലും വാദം എന്നുള്ള രീതിയിൽ വേടൻ ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് പെരുമ്പാവൂർ
യുവാവ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. കോടനാട് ഇന്നലെ രാത്രി മുതൽ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. കസ്റ്റഡിയിലായിരുന്നു വനംവകുപ്പിന്റെ. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വേടൻ നൽകിയിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നത് ആരാധകൻ നൽകിയ ഒരു സമ്മാനമാണ് ഈ പുലിപ്പല്ല് എന്നുള്ളതാണ്. അത് ലോക്കറ്റായിട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മലേഷ്യൻ പ്രവാസിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിയാണ് ഈ ഒരു സമ്മാനം നൽകിയത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും വനംവകുപ്പ് കടക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തായ്ലൻഡിൽ നിന്നും വാങ്ങിയതാണ് എന്നുള്ളൊരു മൊഴിയായിരുന്നു ഇന്നലെ നൽകിയിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ വിശ്വാസത്തിൽ വനംവകുപ്പ് എടുത്തിരുന്നില്ല. വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് ആരാധകൻ നൽകിയ സമ്മാനമാണെന്നുള്ള മൊഴിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു വനംവകുപ്പ് കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് കോടതി എന്ത് തീരുമാനിക്കുന്നതിന് അനുസൃതമായിട്ടായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ജാമ്യാപേക്ഷ വേടന്റെ അഭിഭാഷകൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. മാലയിലെ പുലിപ്പല്ല് കേസിൽ റാപ്പ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. വേടനായുള്ള വനവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്ന് കോടതിയിൽ വേടൻ. പരിപാടിക്കിടെ ആരാധകൻ നൽകിയ സമ്മാനമെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി. വികസനത്തിരയിൽ വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്ന പദ്ധതി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടൽ മാർഗമുള്ള ചരക്ക് വിനിമയത്തിൽ സ്ഥാനം പിടിക്കുന്ന വിഴിഞ്ഞം തുറമുഖം നാൾവഴികൾ സങ്കീർണമായിരുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അഭിമാനമാകാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ തെക്കേയറ്റത്ത് വികസനത്തിന്റെ വാതിൽ തുറന്ന നാൾവഴികളായിരുന്നു കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം. ചരിത്രരേഖകളിൽ തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖ നഗരമായിരുന്നു. 1940കളിൽ ആ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും വർഷം 2000 വേണ്ടി വന്നു വിഴിഞ്ഞം തുറമുഖമെന്ന യാഥാർത്ഥ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തിച്ചേരാൻ. 2013 തുറമുഖത്തിന്റെ ആദ്യ കരാറിൽ ഏർപ്പെടുന്നു. ദീർഘകാല വീക്ഷണമില്ലാതെ വന്നതോടെ ആ കരാർ നടപ്പിലാക്കാൻ സാധിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2015 ജൂലൈയിൽ വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം യാഥാർത്ഥ്യമാകുവാൻ തുടങ്ങി. പിന്നീടുണ്ടായത് പ്രതിസന്ധികളാണ്. 2017 നവംബർ 29 ബുധനാഴ്ച കേരളത്തിന്റെ തെക്കൻ തീരത്തെ വിറപ്പിച്ചുകൊണ്ട് ആഞ്ഞുവീശിയ ഓഖി ചുഴലിക്കാറ്റ്. വിഴിഞ്ഞം മുതൽ പൂവാർ വരെയുള്ള തീരത്തെ ഓഖി ചുഴലിക്കാറ്റ് ചെറുതല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചു. അസാധാരണമായ തീരരൂപീകരണവും കടൽ കയറ്റവും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. അവിടെ നിന്നും കരകയറി തുറമുഖത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് മികവ് പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവിടെയും തീർന്നില്ല പ്രതിസന്ധികൾ. ആസൂത്രിത സമരങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെപ്പിച്ചു. പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തി. പ്രതീക്ഷകൾക്കപ്പുറം ആദ്യ ട്രയൽ റൺ നടത്തി. 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിനൊരുങ്ങുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി 2028 തുറമുഖം പൂർണ്ണതയിലേക്കെത്തും. മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ലോക കടൽ വ്യവസായം വിഴിഞ്ഞം എന്ന വാതിൽ വഴി ഭാരതത്തിലേക്കെത്തും. ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിനെ ആവേശത്തിലാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ. വികസിത കേരളം എന്നത് വെറുമൊരു മുദ്രാവാക്യം മാത്രമല്ല, BJPയുടെ നയം കൂടിയാണ് എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അധ്യക്ഷപദം ഏറ്റെടുത്ത ശേഷം ആദ്യമായി കാസർഗോഡ് എത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ആവേശജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ കൺവെൻഷൻ വേദിയിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് കൺവെൻഷൻ വേദിക്ക് സമീപത്തെ ബലിദാനി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കേരളത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ടുള്ള വികസിത കേരളം കൺവെൻഷനിൽ CPM-നും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്.
അവരും രണ്ടാളും ഒരു വോട്ട് ബാങ്കിന് പിന്നിൽ ഓടിച്ചാടി പോകുന്നു. രണ്ട് പാർട്ടിയും അഴിമതിന്റെ മാസ്റ്റർ സൈഡിലും. ഈ CPM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ സംസ്ഥാന സർക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷുള്ള ഒരു കമ്പനി ആ മോളുടെ കമ്പനിയിൽ കാശ് കൊടുക്കുന്നു. എന്നിട്ട് സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു വലിയൊരു സംസ്ഥാനമാണ്, അത് സീരിയസ് ഒരു ഓർഗനൈസേഷനാണ്. അവര് പറയുന്നു ഈ കാശ് കൊടുത്തത് ഒന്നും ചെയ്യാണ്ടേയും കാശ് കിട്ടുന്നു. ഇങ്ങനൊരു അഴിമതി CPM ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. അപ്പൊ കോൺഗ്രസിലും ലെഫ്റ്റിലും ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിലും ഈ അഴിമതിയിലും ഒരു വ്യത്യാസവും. ചടങ്ങിൽ BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വനി അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി. BJP ദേശീയ സംസ്ഥാന നേതാക്കൾ കൺവെൻഷന്റെ ഭാഗമായി. ജനം, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. തെരുവ് നായയുടെ കടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 5.5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:45 മരണം. മൃതദേഹം ചാത്രത്തൊടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. തുടർന്ന് പ്രതിരോധ വാക്സിൻ നൽകിയിരുന്നു. വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. തലയ്ക്കും കാലിനുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ആഴത്തിൽ കടിയേറ്റതാണ് സ്ഥിതി സങ്കീർണമാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 1:45 മരണം സംഭവിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം രാവിലെ 8 മണിയോടെ ചാത്രത്തൊടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. അന്ന് മറ്റ് 6 പേരെ കൂടി ഇതേ നായ കടിച്ചിരുന്നു. എല്ലാവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാക്സിൻ നൽകിയിരുന്നു. ഈ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. കുട്ടി മിഠായി വാങ്ങാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നായയുടെ ആക്രമണം. തെരുവുനായ ശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് പെരുവള്ളൂർ കാക്കത്തടം. തെരുവുനായയുടെ കടിയേറ്റ കുട്ടിക്ക് വാക്സിൻ നൽകിയിട്ടും പേവിഷബാധയേറ്റ സംഭവം അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ സംസ്ഥാനത്ത് 12 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. ഈ മാസം മാത്രം 5 പേരുടെ ജീവൻ നഷ്ടമായി. വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം തടയാൻ അടിയന്തരമായി സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, മലപ്പുറം. പേവിഷബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 5.5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർമാർ. ശാസ്ത്രീയമായ എല്ലാ ചികിത്സയും കുട്ടിക്ക് നൽകിയിരുന്നു. ഞരമ്പിനെ നേരിട്ട് ബാധിക്കുന്ന മുറിവുകൾ ഉള്ളപ്പോൾ പ്രതിരോധ വാക്സിൻ വിജയകരമാകണമെന്നില്ല. ആദ്യം പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയിൽ ERG കുത്തിവയ്പ് എടുക്കാത്തതും ചികിത്സയ്ക്ക് തിരിച്ചടിയായി. നാഡീവ്യൂഹങ്ങൾക്കടുത്തുള്ള മുറിവുകളിലൂടെ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു. സമാനമായ സാഹചര്യത്തിൽ നേരത്തെയും മരണം റിപ്പോർട്ട് ചെയ്തിരുന്നതായും ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നെർവ് എൻഡിങ്ങിൽ ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ എപ്പോഴും കടിയുടെ ഡെപ്ത് അനുസരിച്ച് നെർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക. നെർവിന് ഞരമ്പിന് അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പം ബ്രെയിനുമായിട്ടുള്ള അടുപ്പം ദൂരം വളരെ കുറയും. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാം. വാക്സിന് പ്രവർത്തിച്ച് വരാൻ ഒരു സമയം എടുക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഓൾറെഡി അത് നെർവിലെത്തി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ എന്താ പറയുക ഇമ്യൂണോഗ്ലോബുലിന് പരിമിതികളുണ്ട്. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ കുറേ മുറിവുകൾ മുഖത്തും തലയിലും മുറിവുകൾ ഉണ്ടാകുമ്പം ഇതിന് ആർക്കാണെങ്കിലും ഒരു നമ്മൾ 100% ഈ ഇമ്യൂണോഗ്ലോബുലിൻ അത് എന്താ പറയുക അതിനായുള്ള വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല, കൂടുതലാണ്. അപ്പോൾ എല്ലാവിധ ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ട എല്ലാവിധ ചികിത്സയും കൊടുത്തിട്ടുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശാണ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിലും കർശന നടപടി സ്വീകരിക്കുന്നതിലും കേരള പോലീസ് പൂർണ്ണ പരാജയമാണെന്ന് പരാതിയിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് പരാതിയിൽ ദിനിൽ ദിനേശ് ആവശ്യപ്പെട്ടു.
കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയത്. കാലടിയിലെ ശങ്കരന്റെ മണ്ണിൽ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നേതൃത്വം കൊടുക്കുന്ന സ്റ്റുഡന്റ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട്, അതും ബാബരി മസ്ജിദും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. അവർ ഇതുവഴി വർഗീയ കലാപത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് SFI ആ ക്യാമ്പസിലെ പാകിസ്ഥാന്റെ നാവായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ദൃക്സാക്ഷികളെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ കേരള പോലീസ് ഇതിന് നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് യുവമോർച്ച പരാതി നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുവമോർച്ച തീരുമാനിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. എറണാകുളം കോതമംഗലത്ത് കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചക്കനാനിക്കൽ CM പ്രകാശാണ് മരിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസ കോളനിയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീടിന് സമീപമെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കർഷകനായ ചക്കനാനിക്കൽ CM പ്രകാശ് കുഴഞ്ഞു വീണത്. കുഴഞ്ഞു വീണ പ്രകാശിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കാട്ടാനയുടെ വലിയ ശല്യമാണ് കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി വനവാസി കോളനിയിൽ അനുഭവപ്പെടുന്നത്. തന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനായി ഒച്ചയുണ്ടാക്കി ഓടിക്കുന്നതിന് ശ്രമിക്കുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട കർഷകനായിട്ടുള്ള പ്രകാശേട്ടൻ മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ട്രെഞ്ച് ഫെൻസിംഗ് ഒക്കെ അതിൽ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും പൂർത്തിയായിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയായ ഒരു പരിധി വരെ അത് തടയാൻ കഴിയും. പക്ഷെ ഇത് RRT വാഹനം ഇപ്പോൾ ഗവൺമെന്റ് അനുമതി ആയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങി കിട്ടിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ശക്തമായ പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാവണം. പലതവണ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കൃഷിക്ക് മാത്രമല്ല മനുഷ്യജീവനും ഇവിടെ വലിയ ഭീഷണിയാകുകയാണ് കാട്ടാന ശല്യം. ജനം, കൊച്ചി. വിവാദങ്ങൾക്കും ആശങ്കകൾക്കും നടുവിൽ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനമായി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ഭൂവുടമകളിൽ നിന്ന് ഏറ്റെടുക്കുന്ന വസ്തുവിൻ്റെ സർവേ നമ്പർ സഹിതമുള്ള രൂപരേഖ തയ്യാറാക്കും. അതേസമയം ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്പെഷ്യൽ പാക്കേജ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭൂ ഉടമകൾ. സംസ്ഥാന സർക്കാർ സ്വപ്ന പദ്ധതിയായി വിഭാവനം ചെയ്യുന്ന എരുമേലി വിമാനത്താവള പദ്ധതി തുടക്കം മുതൽ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം പുറത്തിറക്കിയത്. പദ്ധതിക്ക് വേണ്ടി 352 കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കണം. എരുമേലി തെക്ക് മണിവല വില്ലേജുകളിലെ 1039.876 ഹെക്ടർ സ്ഥലമാണ് വിമാനത്താവള പദ്ധതിക്കായി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്ഥലമുടമകൾ. അല്ലാതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഇവർ പറയുന്നു. വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ജനം, കൊച്ചി. കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അജൈവ മാലിന്യം നീക്കുമ്പോൾ GPS ട്രാക്കിംഗ് വേണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള കമ്പനി നൽകുന്നതിലും ഉയർന്ന മൂല്യം ലഭ്യമാക്കണമെന്ന വ്യവസ്ഥ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും പാലിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട്. മാലിന്യം കയറ്റിയ വാഹനത്തിൻ്റെ തൂക്കം രേഖപ്പെടുത്തിയതിലും കൃത്രിമം കാട്ടിയതായും ഓഡിറ്റിൽ കണ്ടെത്തി. വ്യാപക ക്രമക്കേടുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ നടന്നിട്ടുള്ളതെന്ന കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മാലിന്യം നീക്കുന്ന വാഹനങ്ങളിൽ GPS ട്രാക്കിംഗ് സംവിധാനം ഉറപ്പാക്കണമെന്ന് വർക്ക് ഓർഡറിൽ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല.
പ്ലാസ്റ്റിക് ഇതര അജൈവ മാലിന്യങ്ങൾ മറ്റ് 3 സംസ്ഥാനങ്ങളിലുള്ള സിമന്റ് ചൂളയിലേക്കാണ് നീക്കേണ്ടത്. മാലിന്യം കൃത്യമായി ചൂളയിൽ എത്തിച്ചു എന്ന് ഉറപ്പാക്കാൻ GPS ട്രാക്കിംഗ്, മാലിന്യം കൈമാറിയതായുള്ള സാക്ഷ്യപത്രം, സംസ്കരണം ഉറപ്പാക്കുന്ന രേഖ എന്നിവ ഓരോ തവണയും കോർപ്പറേഷന് കൈമാറണമെന്നും അത് കോർപ്പറേഷൻ ഫയലിൽ സൂക്ഷിക്കണമെന്നുമാണ് നിർദ്ദേശം. ഇതും പാലിക്കപ്പെട്ടില്ല. 2023 ഓഡിറ്റിംഗിന് ശേഷം കോർപ്പറേഷനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിരുന്നു. GPS ട്രാക്കിംഗ് ശ്രമകരമാണെന്നും അതിനുള്ള സംവിധാനമില്ലെന്നുമായിരുന്നു കോർപ്പറേഷന്റെ മറുപടി. എന്നാൽ മുൻവർഷങ്ങളിൽ മാലിന്യം നീക്കം ചെയ്തിരുന്ന ക്ലീൻ കേരള കമ്പനി GPS ട്രാക്കിംഗ് റിപ്പോർട്ട് നൽകിയിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെ കോർപ്പറേഷന്റെ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. റിജക്റ്റഡ് പ്ലാസ്റ്റിക് മാലിന്യത്തിന് ക്ലീൻ കേരള കമ്പനി നൽകിയതിലും കുറഞ്ഞ മൂല്യവും മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള നൽകിയതിലും ഉയർന്ന മൂല്യവും ഉറപ്പാക്കണമെന്ന് കോർപ്പറേഷൻ യോഗത്തിൽ തീരുമാനിക്കുകയും അത് വർക്ക് ഓർഡറിലും എഗ്രിമെന്റിലും ഉറപ്പാക്കണമെന്നും പറഞ്ഞിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇതിനു നൽകിയ വിശദീകരണം റിജക്റ്റഡ് പ്ലാസ്റ്റിക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. എന്നാൽ അത് തെറ്റായ വിശദീകരണമാണെന്നും ഓഡിറ്റിൽ കണ്ടെത്തി. കോർപ്പറേഷനിൽ നിന്നും മാലിന്യവുമായി പോയ 2 വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പിടിയിലായിരുന്നു. ഇതിലെ ഡ്രൈവർമാർ ജയിലിലാണ്. ഇത് കോർപ്പറേഷന് മാനക്കേടായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മാലിന്യം കയറ്റിയ വാഹനത്തിന്റെ തൂക്കം പരിശോധിച്ച് കമ്പ്യൂട്ടർ പ്രിന്റിംഗായാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനു പകരം പലപ്പോഴും പേന കൊണ്ട് തൂക്കം രേഖപ്പെടുത്തിയതായും ഓഡിറ്റിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിലൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ ഇനിയും കോർപ്പറേഷന് സാധിച്ചിട്ടില്ലെന്നത് ബോധപൂർവം ക്രമക്കേട് നടത്തിയെന്ന അനുമാനത്തിന് കാരണമാകുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം താളം തെറ്റുന്നു. പ്രതിദിന മാലിന്യം 100 കിലോയിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായി മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എവിടെ നിക്ഷേപിക്കുന്നു എന്ന് കണ്ടെത്താൻ സർക്കാരിനും ആകുന്നില്ല. സംസ്ഥാനത്തെ ഭക്ഷ്യശാലകളടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് സർക്കാരിന്റെ ഗുരുതര വീഴ്ച. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിദിനം 100 കിലോയിൽ കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന ഭക്ഷ്യശാലകളടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി മാലിന്യ പ്ലാന്റുകൾ ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ തലസ്ഥാന ജില്ലയിലടക്കമുള്ള സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇത് ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരും കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഒട്ടുമിക്ക ഭക്ഷ്യശാലകളിലും ഹോട്ടലുകളിലും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് സ്വകാര്യ ഏജൻസികളെയാണ് ഏൽപ്പിക്കുന്നത്. സ്വകാര്യ ഏജൻസികൾ സ്വീകരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന് സർക്കാരിനും കൃത്യതയില്ല. മാത്രമല്ല അത് നിരീക്ഷിക്കാൻ നിലവിൽ സംവിധാനങ്ങളുമില്ല. പലയിടങ്ങളിലും റോഡുകളിലടക്കം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സാഹചര്യവുമുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. നേരത്തെ തലസ്ഥാനത്തെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ചത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ജില്ലാ കളക്ടർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മാലിന്യങ്ങൾ തിരികെ കേരളത്തിൽ കൊണ്ടെത്തിച്ചത്. ജനം, തിരുവനന്തപുരം. കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ടാക്രമം. വടിവാളുമായി എത്തിയ സംഘം ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ലോണടവ് മുടങ്ങിയത് അറിയിച്ചതിനാണ് അക്രമം. ബിജിത് സുരേഷ് എന്നിവരാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്ത തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.